നമുക്കിടയിൽ മൃഗസ്നേഹികൾ ഒരുപാട് പേരുണ്ടല്ലേ. ആരോഗ്യമുള്ള മൃഗങ്ങളോട് കാണിക്കുന്ന പോലെ രോഗബാധിതരായ മൃഗങ്ങളോട് എത്ര പേർ അനുകമ്പ കാട്ടാറുണ്ട് എന്നതൊരു സുപ്രധാനമായ ചോദ്യമാണ്. രോഗശൈലിയിൽ മൃഗങ്ങളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഉടമകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന അരുമ മൃഗങ്ങളുടെ കഥകൾ പറയാനുള്ള ഒരിടത്തേക്കാണ് ഇനി റാഡിൻ റിപ്പോർട്ടറുടെ യാത്ര. റാഡിൻ റിപ്പോർട്ടർ ഇങ്ങനെയാണ്, ഒരു കെലഡോസ്കോപ്പാണ്. പല കാഴ്ചകൾ, പല ജീവിതങ്ങൾ, പല കഥകൾ, ഇതൊക്കെയാണ് റാഡിൻ റിപ്പോർട്ടർ പങ്കുവെക്കുന്നത്. വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മൃഗങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് സ്നേഹവും മരുന്നുമൊക്കെ നൽകി മടക്കിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനമുണ്ട് മുംബൈയിലെ ഭായ് സക്കർഭായ് പെറ്റിന്റെ ആശുപത്രിയിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ ഒരു യാത്ര പോകുന്നു. കാണാം. നമസ്കാരം. പതിറ്റാണ്ടുകളായി മുംബൈയിൽ പ്രവർത്തിക്കുന്ന ഒരു വെറ്റിനറി ആശുപത്രിയിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. നൂറുകണക്കിന് മൃഗങ്ങളെ ചികിത്സിക്കുകയും ചിലതിനൊക്കെ സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു വലിയ ആശുപത്രി. ആശുപത്രിക്കുള്ളിലുള്ള നിരവധി രോഗികളെ നമുക്ക് നേരിൽ കാണാം. അവരിൽ പലർക്കും പല കഥകളും പറയാനുണ്ട്. എല്ലാം വിശദമായി അറിയാം. നമുക്ക് ഈ ആശുപത്രിയിലെ വിശേഷങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരാൻ, മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു അതിഥി കൂടിയുണ്ട്. ഈ ആശുപത്രിയിലെ ആനിമൽ വെൽഫെയർ ഓഫീസറാണ് ശ്രീമതി പൂജ പാട്ടീൽ. ഹായ് ഹലോ. ലോങ് ടൈം. How are you? I'm good. So let's go. कितना एनिमल्स आता है? डेली यहाँ पे 150 से लेकर 200 के आसपास तक आता है एनिमल्स यहाँ पे. ऐसा लोग लेके आता है और ऐसा अबैंडन स्ट्रे डॉग ऐसा भी आता है? स्ट्रे मोस्टली यहाँ पे स्ट्रे का ही क्राउड ज़्यादा आता है, ठीक है, और अबेंडन किए हुए भी आते हैं. यहाँ पे हर एक डॉग का स्टोरी है. हर एक डॉग कुछ ना कुछ सफ़र करके आए यहाँ पे. स्कूबी. ओके, ഇത് സ്കൂബിയാണ് കേട്ടോ. कहाँ से मिला स्कूबी को? स्कूबी का लास्ट 4 साल से है यहाँ हमारे पास. उसका जो लेग था ना, उसको इंजरी था, मतलब उसका हड्डी पूरा बोन टूट गया था. മനുഷ്യർക്കൊക്കെ എല്ല് പൊട്ടിയാൽ കമ്പി ഇടില്ലേ, അതുപോലെ ആ നായ്ക്കും ചെയ്തിട്ടുണ്ട്. ए जगुडी वरती जगू जग्गू जग्गू. भी वार किया था आँख के ऊपर इसके, और तब से ये हमारे ही पास है. इसका जख्म रिकवर करने का हम लोग का ट्राई चल रहा है. ഒരു കണ്ണ് ഈ നായ്ക്കില്ല. അതിൻ്റെ കണ്ണാരോ അത് പൊട്ടിച്ച് കളഞ്ഞാണെന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കണ്ണിൻ്റെ കാഴ്ചയേ ഉള്ളൂ. എന്നാലും അതിനുള്ള ചികിത്സ ഇവിടെ നൽകുന്നു. ഇത്രയും ഉദരവ് മനുഷ്യരിൽ നിന്ന് നേരിട്ട് പോലും അത് ഇത്രയും അധികം സ്നേഹം ആളുകളോട് കാണിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് ആ ജീവജാലങ്ങളുടെ ഒരു നന്മയാണത്. आधार कार्ड का नंबर गलत दे देते हैं, मोबाइल नंबर गलत दे देते हैं, एड्रेस गलत दे देते हैं. നായയെ കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ല, അതിന് നല്ല ആരോഗ്യത്തോടെയുള്ള നായയാണ്. പക്ഷേ അതിനെ വളർത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നു. വ്യാജ രേഖകളും ഡീറ്റെയിൽസും നമ്പറൊക്കെ നൽകുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കാതിരിക്കുക. അതായത് നായയെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞ് പോയതാണ് പാവം. ये हैंडीकैप है. एडॉप्शन का प्रोसेस रहता है हमारे यहाँ पे. एडॉप्शन के लिए हम लोग हमारा वर्कर को उनके घर पे भेजते हैं. उनका घर वगैरह देखा जाता है. अगर हम लोग को पसंद आया तो ही हम लोग देते हैं. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന നായ്ക്കളെ പിന്നീട് ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, ദത്തെടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതിന് ചില പ്രൊസീജിയർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വലിയ പ്രൊസീജിയർ ഒന്നും പറയുന്നില്ല. നായയെ നല്ലപോലെ നോക്കിയാൽ മാത്രം മതി. वो अभी रिसेंटली 6 मार्च को ऑफ हो गया. तो ये दोनों बच्चे मेरे बहुत क्लोज थे, बहुत ज़्यादा अटैचमेंट था मेरा. നമ്മൾ ഈ വീടുകളിൽ മനുഷ്യരുടെയും മറ്റും മരണശേഷം ഫോട്ടോ സൂക്ഷിക്കുന്നത് പോലെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളുടെ ഒരു പ്രത്യേക വാർഡ് നമ്മൾ കണ്ടു. അതിൽ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും തൽക്കാലമില്ലാത്ത നായ്ക്കളാണ് ഉള്ളത്. अभी हम किधर जा रहे हैं नेक्स्ट? अभी हम लोग आए हैं गैस्ट्रो वार्ड में. गैस्ट्रो वार्ड हमारे नॉर्मल वार्ड से हम लोगों ने बहुत दूर रखा है, क्योंकि ये बीमारी ऐसा है कि ये छूने से होता है. हमारे पास 5 हॉर्स है.
5 हॉर्स 5 हॉर्स है, उसमें से एक हॉर्स है वो ब्लाइंड है। इसका नाम सुल्तान है। ये बहुत सालों से हमारे पास है। इसके लेग में इंजरी है। ഇയാളുടെ കാലിന് ചെറിയൊരു പരിക്കുണ്ട്, പുറകിലെ ആ കാലാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ പരിക്ക് വന്നതോടെ ഇതിൻ്റെ ഉടമ ഇവിടെ ഉപേക്ഷിച്ച് പോയെന്നാണ് പറയുന്നത്. ഇത് കണ്ണ് കാണാത്തൊരു കുതിരയാണ്. ഇതിനെയും ആരോ ഇവിടെ കൊണ്ടുവന്നു ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. കന്നുകാലി വാർഡിൽ അവിടെ എന്തൊക്കെ ചികിത്സയാണ് നൽകുന്നത്, എത്ര പേഷ്യൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഉള്ളിലേക്ക് ചെന്ന് കാണാം. एक्सीडेंट हुआ था यस। അപ്പോൾ അപകടം പറ്റി നടക്കാൻ പോലും പറ്റാതെ കിടപ്പിലായിരുന്നു. പിന്നീട് വീൽ ചെയറിലൊക്കെ അതിനെ നടത്തി പരിശീലിപ്പിച്ച് ഇപ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പശുക്കളും ആടുകളുമാണ് നിലവിൽ ഈ വാർഡിൽ ചികിത്സ തേടുന്നത്. ഇതിന് ഈ സലൈൻ നൽകുന്നതും മറ്റും ശ്രമകരമായ ജോലിയാണ്. ഇതിലെ ജീവനക്കാർ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് സലൈൻ നൽകേണ്ട സാഹചര്യമുണ്ട്. വലിയൊരു എഫേർട്ട് അതിന് വേണം. അങ്ങനെ നടന്ന് നമ്മൾ പൂച്ചകളുടെ വാർഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. നിരവധി പൂച്ചകളെ കാണാം ഇവിടെ. നല്ല ആരോഗ്യത്തോടെ പൂച്ചകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പക്ഷികൾക്കായി പ്രത്യേക വാർഡുകളുണ്ട്. ചൂടുകാലമായതുകൊണ്ട് നിരവധി പേഷ്യൻസ് വരുന്നുണ്ട്, രോഗികൾ വരുന്നുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. ഏതായാലും പക്ഷികളുടെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം. പക്ഷികളുടെ ആദ്യത്തെ വാർഡിൽ കാണുന്നത് കാക്കക്കുഞ്ഞുങ്ങളും കുയിലും പ്രാവുകളുമൊക്കെയാണ്. അതിലൊരു കുയിലിൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണ്. पानी वगैरह रख दीजिए ताकि इनको कुछ पानी का सोई हो जाए। ഡോക്ടർ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ പരിസരങ്ങളിലൊക്കെ ഒരല്പം വെള്ളം, ഒരല്പം കരുതൽ ഈ പക്ഷികൾക്കായി കൂടി വെക്കാമെന്നതാണ്. 4 ഏക്കറോളമുണ്ട് ഈ ആശുപത്രി ക്യാമ്പസ്. ഏതായാലും മുഴുവൻ നമ്മൾ നടന്നു കണ്ടു. നിരവധി രോഗികൾ, നിരവധി കഥകൾ. ഏതായാലും എല്ലാം വിശദമാക്കി നമുക്ക് പറഞ്ഞു തന്നത് പൂജ മാഡമാണ്. താങ്ക് യു സോ മച്ച് മാം. റൈഡിംഗ് റിപ്പോർട്ടർ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ആശുപത്രിയിൽ നിന്ന് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഒരു ഭാഗത്ത് സ്നേഹകഥയാണ്, മറുഭാഗത്ത് ഓരോന്നിനും പിന്നിലുള്ള കഥ. അതിൽ മനുഷ്യന്മാർ എത്രമാത്രം ക്രൂരന്മാരാണ് മൃഗങ്ങളോട് എന്ന് കാണിക്കുന്നൊരു സ്റ്റോറിയാണ് ഇപ്പോൾ ശ്രീനാഥ് ചെയ്തത്. എന്തായാലും അവർക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് അല്ലേ.